നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പല വമ്പന്മാരും അഴിക്കുള്ളിലാകുമെന്ന് നമ്മൾ കരുതിയിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായിരുന്നു പല നീക്കങ്ങളും. തിരുവനന്തപുരത്തെ പഞ്ചനക്ഷത്ര ആശുപത്രിയിൽ ICUയിൽ കിടന്ന KP ശങ്കർദാസ് വരെ ഒടുവിൽ ജയിലഴിക്കുള്ളിലായി. എല്ലാറ്റിനും ഒടുവിലിതാ സംശയമുന നേരെ നടൻ ജയറാമിലേക്ക് തിരിയുന്നു. ശബരിമലയിലെ സ്വർണ്ണപ്പാളികളുടെ പൂജയുമായി ബന്ധപ്പെട്ട് നടൻ ജയറാമിന്റെ വിശദീകരണത്തിലാണ് അടിമുടി ആശയക്കുഴപ്പം. 2 പൂജകളിലാണ് ജയറാം പങ്കെടുത്തത്. ഇക്കാര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ തെളിവും കിട്ടി. ഒന്ന്, സ്മാർട്ട് ക്രിയേഷൻസിലെത്തി നടൻ ജയറാം കട്ടിളപ്പാളിയുടെ പൂജയിൽ പങ്കെടുത്തു. പിന്നീട് ജയറാമിന്റെ വീട്ടിൽ മാസങ്ങൾക്ക് ശേഷം മറ്റൊരു പൂജ, ദ്വാരപാലക പാളികളുടേത്. വിവിധ മാസങ്ങളിലാണ് ഈ 2 പൂജകളും നടന്നത്. നടൻ ജയറാമിനെ വിളിച്ച് SIT മൊഴിയെടുത്തു. ഈ മൊഴി വായിച്ചു നോക്കിയ SIT ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. ജയറാം നൽകിയ മൊഴി തികച്ചും വിചിത്രം. തൻ്റെ വീട്ടിൽ 2 പൂജകളും നടന്നത് ഒരേ ദിവസമാണ് എന്നതായിരുന്നു ജയറാമിൻ്റെ മൊഴി. ചുരുക്കത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് താൻ പോയി എന്ന് അന്വേഷണ സംഘം മനസ്സിലാക്കേണ്ട എന്നാണ് ജയറാം ഓർത്തത്. അതിനുവേണ്ടി ജയറാം തൻ്റെ മൊഴിയിൽ കളവ് വരുത്തി. അതിപ്പോൾ ജയറാമിന് വലിയ പുലിവാലായി. സ്വർണ്ണവാതിൽ, ശബരിമല ശ്രീകോവിലിൻ്റെ കട്ടിളപ്പാളി, ദ്വാരപാലക പാളികൾ എന്നിവയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള നടന്നു എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതെല്ലാം സംഭവിക്കുന്നത് 2019. 2019 മാർച്ച് മാസത്തിലാണ് പുതിയ വാതിൽ സമർപ്പിക്കുന്നത്. ജൂൺ മാസത്തിൽ കട്ടിളപ്പാളി. സെപ്റ്റംബർ മാസത്തിലാണ് ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സമർപ്പിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ തിരികെ കൊണ്ടുവരുന്നതിന് തൊട്ടു മുൻപാണ് ജയറാമിൻ്റെ വീട്ടിലെത്തിച്ചത്. അവിടെ എത്തിച്ച് പൂജിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു. നേരത്തെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നടന്ന പൂജയിലും ജയറാം പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമൊക്കെ പുറത്തു വന്നിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയിൽ പങ്കെടുത്തത് എന്ന് പിന്നീട് ജയറാം തിരുത്തി പറഞ്ഞു. ശബരിമലയിലേക്ക് കൊണ്ടുപോകും വഴി വീട്ടിലെത്തിച്ച് പൂജ നടത്തുകയായിരുന്നുവെന്നാണ് ജയറാം പറഞ്ഞു വെച്ചത്. എന്നാൽ താൻ കൃത്യമായി ഏതു സമയത്താണെന്ന് ഓർക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് ജയറാം അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. എന്നാൽ മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ജയറാം തന്നെ ബന്ധപ്പെടുകയായിരുന്നുവെന്ന്. 2 തവണ ജയറാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബന്ധപ്പെട്ട് ശബരിമലയിലെ പാളികളുമായി ബന്ധപ്പെട്ട പൂജയിൽ പങ്കെടുത്തു എന്നാണ് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജയ്ക്ക് ശേഷം ഈ പാളികൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ജയറാം ആവശ്യപ്പെട്ടു. ജയറാം പങ്കെടുത്ത പൂജ സ്മാർട്ട് ക്രിയേഷൻസിൽ നടന്നത് 2019 ജൂൺ മാസത്തിൽ. സ്മാർട്ട് ക്രിയേഷൻസ് ഫാക്ടറിയിൽ വെച്ചാണ് പൂജ നടന്നത്. ഈ സമയത്ത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് എടുത്തിരുന്നില്ല. ഇതിൽ പകുതി ജയറാം പറഞ്ഞത് ശരിയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തൻ്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തി എന്ന് ജയറാം സമ്മതിക്കുന്നുണ്ട്. അതുപോലെയാണ് കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളികളും തൻ്റെ വീട്ടിലെത്തിച്ച് പൂജ നടത്തി എന്ന് ജയറാം പറയുന്നത്. ഇവിടെ വലിയൊരു വൈരുദ്ധ്യമുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസിൽ പൂജയ്ക്ക് പങ്കെടുത്ത ജയറാം പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഈ പാളികൾ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ 2 തവണ വീട്ടിലേക്ക് ആദ്യം കട്ടിളപ്പാളിയും പിന്നീട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചു. എന്നാൽ നടൻ ജയറാമിൻ്റെ വീട്ടിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയിട്ടേയില്ല എന്നായിരുന്നു തുടക്കം മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിക്കൊണ്ടിരുന്ന മൊഴി. ഒരു വശത്ത് ജയറാം പങ്കെടുക്കുന്ന ഫോട്ടോകൾ, മറുവശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിചിത്രമായ മൊഴി. ഇനി ഇതിലുമപ്പുറം ചില വസ്തുതകൾ. ജയറാമിൻ്റെ വീട്ടിൽ വെച്ചാണ് പലകയിൽ സ്വർണ്ണപ്പാളി അടിച്ചത് എന്ന വിവരം ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നു. പാളികൾ ചീത്തയാകാതിരിക്കാൻ വേണ്ടിയാണ് പലകയിൽ സ്വർണ്ണപ്പാളികൾ അടിച്ചത്. എന്നാൽ തൻ്റെ വീട്ടിൽ വെച്ചല്ല സ്വർണ്ണപ്പാളികൾ പലകയിൽ അടിച്ചത് എന്ന് ജയറാം നൽകുന്ന മൊഴി. അടിമുടി ദുരൂഹമാണ്. ഒരു വശത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകുന്ന മൊഴിയും മറുവശത്ത് ജയറാം നൽകുന്ന മൊഴിയും. ഇതിനുവേണ്ടി ജയറാം പറയുന്നത് 2019 സംഭവമാണ്, തനിക്ക് അത്ര വ്യക്തതയില്ല എന്ന്. എന്നാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത്ര വ്യക്തതക്കുറവ് എങ്ങനെ ജയറാമിന് വരും? തുടക്കം മുതൽ ജയറാമിനെ രക്ഷിക്കുന്ന തലത്തിലുള്ള ചില മൊഴികളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്ത് ജയറാം ആദ്യഘട്ടത്തിൽ തനിക്കൊന്നും അറിയില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു.
എന്നാൽ സ്മാർട്ട് ക്രിയേഷൻസുമായി ജയറാമിന് അടുത്ത ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലെത്തി. എന്തിനാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ പൂജകൾക്ക് ശേഷം ആ പാളികൾ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ജയറാം ആവശ്യപ്പെട്ടത്? ചുരുക്കത്തിൽ സ്മാർട്ട് ക്രിയേഷൻസിലെത്തി ജയറാം കട്ടിളപ്പാളിയുടെ പൂജയിൽ പങ്കെടുക്കുന്നു. പിന്നീട് ഇതേ കട്ടിളപ്പാളികൾ തന്റെ വീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിർബന്ധിച്ച് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. പിന്നീട് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളിയും ജയറാമിന്റെ വീട്ടിലെത്തിക്കുന്നു. ജയറാമിന്റെ വീട്ടിൽ 2 വട്ടം ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ച് പൂജ നടക്കുന്നു. മറുവശത്ത് സ്മാർട്ട് ക്രിയേഷൻസിലും ജയറാം എത്തിയിരുന്നു. വിവിധ മാസങ്ങളിൽ നടന്ന 2 പൂജകൾ. ഇതൊക്കെ ഒരൊറ്റ ദിവസം തൻ്റെ വീട്ടിൽ നടന്ന കാര്യമാണ് എന്ന് ജയറാം എന്തിനാണ് പറഞ്ഞു വയ്ക്കാൻ ശ്രമിച്ചത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്മാർട്ട് ക്രിയേഷൻസും തമ്മിലുള്ള ഇടപാടുകളിൽ ജയറാമിന് എന്തെങ്കിലും പങ്കുണ്ടോ? തനിക്ക് തട്ടിപ്പുമായി ഒരുവിധ ബന്ധവുമില്ല എന്നാണ് ജയറാം മുൻപ് പലവട്ടം വ്യക്തമാക്കിയത്. അയ്യപ്പന്റെ സമ്മാനമായി കരുതിയാണ് പൂജയിൽ പങ്കെടുത്തത്. വർഷങ്ങൾക്ക് ശേഷം ഇത് പരാതിയാകുമെന്ന് കരുതിയില്ല എന്നൊക്കെ നേരത്തെ ജയറാം പ്രതികരിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി 1 രൂപ പോലും തന്നോട് ചോദിച്ചിട്ടില്ല എന്നായിരുന്നു ജയറാമിൻ്റെ മൊഴി. 50 വർഷത്തിലധികമായി ശബരിമല ദർശനം നടത്തുന്ന ഭക്തനാണ് താൻ. സ്വർണ്ണപ്പാളി പൂജാമുറിയിൽ വെച്ച് പൂജിച്ചോട്ടെ എന്ന് ഫോണിൽ വിളിച്ചാണ് പോറ്റി ചോദിച്ചത്. ഈ വിവരം വളരെ അഭിമാനത്തോടെ താൻ മറ്റുള്ളവരോട് പറഞ്ഞു. 3 മണിക്കൂർ സമയം ചോദിച്ച നടൻ ജയം രവി അടക്കമുള്ളവരെ വിളിച്ചു. ജയൻ രവി ഷൂട്ടിലായതുകൊണ്ട് ഭാര്യയും കുട്ടികളും മറ്റു കുടുംബാംഗങ്ങളുമൊക്കെ വീട്ടിൽ വന്നു. അയൽവാസികളെയും താൻ വിളിച്ചു എന്ന് ജയറാം പറയുന്നു. തൻ്റെ വീട്ടിൽ വെച്ച് പൂജ നടത്താൻ അയ്യപ്പൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞുവെന്നാണ് പോറ്റി ജയറാമിനോട് പറഞ്ഞത് എന്ന് ജയറാം അന്ന് പറഞ്ഞിരുന്നു. 5 വർഷത്തിന് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ല എന്നതാണ് ജയറാമിൻ്റെ മറുപടി അന്ന്. നിരവധി ക്ഷേത്രങ്ങളിൽ വാതിൽ സമർപ്പണം, ആനയെ നടക്കിരുത്തൽ അടക്കമുള്ള ചടങ്ങുകൾക്ക് തന്നെ ക്ഷണിക്കാറുണ്ട്. ഇത്തരത്തിൽ പിൽക്കാലത്ത് വരുമോ എന്നറിയില്ലെന്നും ജയറാം ഇപ്പോൾ കൂട്ടിച്ചേർക്കുന്നു. സ്വർണ്ണപ്പാളി പ്രദർശന വസ്തു ആക്കിയിട്ടില്ല, ജയറാമിന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടില്ല എന്നെന്തിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തുടർച്ചയായി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്? ജയറാമിനെ പോലൊരു പ്രമുഖ നടൻ ഇപ്പോൾ സംശയനിഴലിൽ അകപ്പെട്ടിരിക്കുന്നത് സംഭവം കൂടുതൽ ഗുരുതരമാക്കുന്നു. നടൻ ജയറാം നൽകിയ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകൾ കടത്തുകൂടിയത് SITയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഓരോ മണിക്കൂറുകളിലും പുതിയ വെളിപ്പെടുത്തലുകളും തെളിവുകളുമാണ് പുറത്തേക്ക് വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി ജയറാമിനെ വളയുമോ എന്ന സംശയം. എന്തിനാണ് ജയറാം പോറ്റിയുടെ കുരുക്കിൽ വീണത് എന്ന് അയ്യപ്പ ഭക്തർ ചോദിക്കുന്നു. മറുവശത്ത് സന്നിധാനത്ത് ഈ സ്വർണ്ണപ്പാളികൾ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വകാര്യ വസ്തു എന്ന നിലയിൽ പ്രദർശന വസ്തുവാക്കി അവിടെ വെച്ച് പൂജ ചെയ്യുകയും ചില ആളുകളെ വിളിച്ചു വരുത്തുകയും ചെയ്തത് ഗൗരവതരമായ കാര്യമെന്നാണ് SITയുടെ വിലയിരുത്തൽ. ജയറാമിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ SIT ഉദ്യോഗസ്ഥരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.